ഇതായിരിക്കുമോ ഇറ്റലിയുടെ ശാപം? ആണ് എന്നും ഇല്ല എന്നും ഉണ്ടാകും ഉത്തരം. എന്നാൽ ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ സംഭവത്തിന് ശേഷം ഇറ്റലിക്ക് വേൾഡ് കപ്പിൽ ഒരു ആവറേജ് പ്രകടനം പോലും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. 2010 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ അവർക്ക് ആയിട്ടില്ല. 2014 അതേ അവസ്ഥ. പിന്നീടിതാ തുടർച്ചയായി 3 ലോകകപ്പിലും ഇറ്റലിക്ക് ടിക്കറ്റ് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും വാട്ട് ഹാപ്പൻഡ് ഇറ്റലി? ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. 3 കൺസിക്യൂട്ടീവ് വേൾഡ് കപ്പിൽ നിന്നും ഇറ്റലി പുറത്തായിരിക്കുന്നു. 2014 ബ്രസീൽ വേൾഡ് കപ്പിന്റെ മഹാവേദിയെ അലങ്കരിച്ചവർ ഇന്നിതാ 3-ാം ലോകകപ്പിലും സാന്നിധ്യം അറിയിക്കാൻ സാധിക്കുന്നില്ല. താരതമ്യേന കുഞ്ഞൻ ടീമായ ബോസ്നിയക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് വിധി നിർണയിക്കപ്പെട്ടത്. ആദ്യ പകുതിയിൽ ബസ്റ്റോണിക്ക് ലഭിച്ച റെഡ് കാർഡ് അതായിരുന്നു മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്. പക്ഷേ 10 പേരെ വെച്ചിട്ടും അസൂറികൾ പൊരുതി. ആദ്യ പകുതിയിൽ ലഭിച്ച ലീഡ് 79 മിനിറ്റ് വരെ ഇറ്റലി കാത്തു സൂക്ഷിച്ചു. 79-ൽ ബോസ്നിയ തിരിച്ചടിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോസ്റ്റിൽ ഡൊണ്ണറുമയുടെ സാന്നിധ്യം പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ആഗ്രഹിക്കുന്നതോ കരുതുന്നതോ ആയിരിക്കില്ല ഫുട്ബോളിൽ സംഭവിക്കുന്നത്. ബോസ്നിയയുടെ സ്വപ്ന തുല്യമായ നേട്ടത്തിന് ലോകം സാക്ഷ്യം വഹിച്ചു. അവർ ലോകകപ്പിലേക്ക്. അസൂറികൾ സങ്കടകരമായ കാഴ്ച. 4 തവണ ലോക ചാമ്പ്യന്മാരായവർ പുറത്തേക്ക്. 2006 വേൾഡ് കപ്പ് ഫൈനലിൽ ഇറ്റലിയും ഫ്രാൻസും ഏറ്റുമുട്ടിയ മത്സരത്തിൽ മെട്രാസിയുടെ അധിക്ഷേപത്തിനെതിരെ സിനദിൻ സിദാൻ ചെയ്ത ആ ഒരു സംഭവത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ? വേൾഡ് കപ്പ് പോലത്തെ വേദിയിൽ വെച്ച് തൻ്റെ ഫാമിലിക്കെതിരെ അത്തരമൊരു അധിക്ഷേപം നേരിട്ടപ്പോൾ സിദാന്റെ മുമ്പിൽ മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. മാർക്കോ മെട്രാസി എന്ന ഇറ്റാലിയൻ ഡിഫൻഡറെ തലകൊണ്ട് ഇടിച്ച് റെഡ് കാർഡ് വാങ്ങി ഡഗൌട്ടിലേക്ക് നടന്നു പോകുന്ന സിദാന്റെ കാഴ്ച ഫുട്ബോൾ ലോകത്ത് ഇന്നും ഓർക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം പറയട്ടെ, ഈ സംഭവത്തിന് ശേഷം ഇറ്റലിക്ക് ലോകകപ്പിൽ ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ശരിയാണ്, ദാറ്റ്സ് ട്രൂ. 2010, 2014 തുടർച്ചയായി വന്ന 2 ലോകകപ്പിലും അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചെങ്കിലും 2ലും ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കാൻ അവർക്കായിട്ടില്ല. എന്നാൽ പിന്നീടുള്ള 3 ലോകകപ്പിലും സാന്നിധ്യം അറിയിക്കാൻ പോലും അസൂറികൾക്ക് കഴിഞ്ഞിട്ടില്ല. രാജ്യാന്തര ഫുട്ബോളിൽ ഇറ്റാലിയൻ ആരാധകരെ സംബന്ധിച്ച് അവർ കടന്നു പോകുന്ന വഴികൾ സങ്കടകരമാണ്. 4 തവണ ലോകം കീഴടക്കിയ ചരിത്രം പറയാനുള്ള ലോക ഫുട്ബോളിലേക്ക് സംഭാവന ചെയ്ത ഒരുപറ്റം താരങ്ങൾ, ഇതിഹാസങ്ങൾ, മാൾഡീനിയും കനവാരയും ബുഫണും പിർലോയും ടോട്ടിയും അങ്ങനെ എത്രയോ പ്രഗത്ഭരെ വാർത്തെടുത്ത മണ്ണ് ഇറ്റലി വേൾഡ് കപ്പിലേക്ക് ഇല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് ഇറ്റലി എന്ന രാജ്യത്തിൻ്റെ സാന്നിധ്യം പോലും പലരും ഭയന്നിരുന്നു. അസൂറികൾ ലോകകപ്പിലേക്ക് കൊണ്ടുവരുന്ന സ്ക്വാഡ് അത് അപാര സ്ട്രെങ്ത് ഉള്ളതായിരുന്നു. ഇറ്റലിയുടെ പ്രതിരോധം, അവർ ഡിഫൻസിനെ ശക്തിപ്പെടുത്തുന്ന രീതി, ഡിഫൻസിൽ അവർക്കുള്ള ബെഞ്ച് സ്ട്രെങ്ത്, പ്രധാനമായും അവർ ഡിഫൻസീവ് ഗെയിമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അത്രയും മികച്ച ഓപ്ഷനുകൾ പ്രതിരോധത്തിൽ അവർക്കുണ്ടായിരുന്നു. അവർ കപ്പുയർത്തി 2006 വേൾഡ് കപ്പിലെ സ്ക്വാഡിലേക്കൊന്ന് നോക്കൂ. ഡിഫൻസിൽ മെട്രാസി, കനവാരോ, സാംബ്രോട്ട. അവർക്ക് റീപ്ലേസ്മെൻ്റായി നെസ്റ്റ, ഒഡോ, സക്കാഡോ. തൊട്ടു മുമ്പിൽ DM റോളിൽ ഗെറ്റൂസോ, പിർലോ. പോസ്റ്റിന് താഴെ സാക്ഷാൽ ജിയാൻ ലൂജി ബുഫൺ. അങ്ങനെ ഇറ്റലിയുടെ പ്രതിരോധം അത് മറ്റാരെക്കാളും ശക്തമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. ബസ്റ്റോണിയും മാൻസിനിയും കലഫിയോറിയും ഡൊണ്ണറുമയും ഒക്കെ അവർക്കുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഇറ്റലിക്ക് പിഴവ് സംഭവിക്കുന്നുണ്ട്. തങ്ങളുടെ മുൻ ജനറേഷൻ തീർത്ത ഐതിഹാസികത ഒന്നുപോലും ഇന്നത്തെ ഇറ്റലിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ തിരിച്ചു വരും. അതൊരു തിരിച്ചുവരവായിരിക്കും. മുമ്പത്തെ അതേ സ്ട്രെങ്തോടു കൂടി കംബാക്ക് നടത്തും. ഈ ഒരു ഡൗൺഫോളുകൾക്കെല്ലാം പകരം ചോദിക്കും.